ആശാ വർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജോയ്സ് ജോർജ് നൽകും വിശദാംശങ്ങൾ. ജോയ്സ്, ഇപ്പോൾ സമയം തേടിയിരിക്കുന്നു കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി. എന്താണ് വിവരങ്ങൾ? ശ്രുതി, ഇന്ന് രാവിലെയാണ് വീണ ജോർജ് ദില്ലിയിൽ എത്തുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഈ ആരോഗ്യമന്ത്രിയെ കാണാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്നൊരു വിവരം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടിയില്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്നത്തെ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി ഇന്നിവിടെ ദില്ലിയിൽ എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കായിട്ടാണ് വീണ ജോർജ് ഇന്ന് പ്രധാനമായും ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. മറ്റു മന്ത്രിമാരും ഈ ഒരു ക്യൂബൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർശനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വീണ ജോർജ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഒരു സമയം കൂടിക്കാഴ്ചയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ചർച്ച നടത്തും എന്ന് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ചർച്ചയ്ക്ക് നടത്തുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കുക. ഒന്ന്, ആശാപ്രവർത്തകരുടെ വിഷയമായിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് എയിംസ് ആവശ്യമായിരിക്കുമെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ബന്ധപ്പെട്ട ചർച്ച നടത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം ഇതുവരെ അനുവദിച്ച് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ വൈകുന്നേരത്തോടു കൂടി ചില സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചില്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ എഴുതി നൽകാനോ ഇല്ലെങ്കിൽ അവിടെ ധരിപ്പിക്കാനോ ഉള്ള നീക്കങ്ങളായിരിക്കും വീണ ജോർജിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായി വൈകിട്ട് ദില്ലിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ കേരളവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടും വിവിധ പദ്ധതികളെ പറ്റിയിട്ടും വിവിധ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്യാൻസറിനെ പോലെയുള്ള രോഗങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടും കേരളവും ക്യൂബയും തമ്മിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. നേരത്തെ ക്യൂബ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കം. അതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ഇവിടെ എത്തുകയും ക്യൂബയുടെ മുന്നോട്ടുള്ള നയങ്ങൾ, ആരോഗ്യരംഗത്ത് അടക്കമുള്ള നയങ്ങളെ പറ്റി സംസാരിക്കാൻ തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് വീണ ജോർജ് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അതിനുള്ള സമയം ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശാവർക്കർമാരുടെ വിഷയം ഉൾപ്പെടെ ഈ സംസാരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോയ്സ്, അത് തന്നെയാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതായത് പൂർണ്ണമായും ഇവർക്ക് വേണ്ടി സംസാരിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഈ ആശാവർക്കർമാരുടെ സമരം ശക്തമായി തന്നെ ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേന്ദ്രമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടതെന്ന നിലപാടിലായിരുന്നു വീണ ജോർജ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുമായ ഒരു ചർച്ചയ്ക്ക് സമയം തേടുമ്പോൾ ഇതിൽ പൂർണ്ണമായും ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് ഈ യാത്ര എന്നതുകൂടി അതിനുവേണ്ടി ഒരു ശ്രമത്തിലാണോ ഈ സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ നീക്കം എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രുതി, പ്രധാനമായും ഈ ആശാവർക്കരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരുന്നു ചർച്ചയ്ക്ക് പ്രധാനമായും മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധം കേരളത്തിൽ നമ്മളിപ്പോൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ ഒരു സമരം, ആശാവർക്കർമാരുടെ സമരം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ തിടുക്കപ്പെട്ട് ഈ ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു കൂടിക്കാഴ്ച എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ന് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി വരുന്ന സമയത്ത് ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ഇവിടെ വരുന്നു. അതേ സമയത്ത് തന്നെ ഇതിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അതുകൂടി കേന്ദ്രത്തിന് മുന്നിൽ ധരിപ്പിക്കാനുള്ളൊരു ശ്രമം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. പക്ഷേ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ആശാസമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തെ ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ സമയം എപ്പോഴാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു വിഷയത്തിൽ പോലും എന്ത് നിലപാടാവും കേന്ദ്രം സ്വീകരിക്കുക എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ കൂടിക്കാഴ്ചയുടെ സമയം അനുവദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേരുന്നുണ്ട്. സുനിഷ ആശാവർക്കർമാർക്കൊപ്പമാണ്. സുനിഷ, നേരത്തെ ഈ ആരോഗ്യമന്ത്രിയുടെ ഒരു യാത്രയിൽ അത് ആശാവർക്കർമാർക്ക് വേണ്ടി സംസാരിക്കാനോ അതല്ല ക്യൂബൻ സംഘത്തെ, അതായത് നേരത്തെ തീരുമാനിച്ച ഒരു യാത്രയാണ് ഇത് എന്ന തരത്തിൽ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി സമയം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ആശാവർക്കർമാർ ഈ വിഷയത്തെ ഇനി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്രുതി, അത് തന്നെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആരോഗ്യമന്ത്രി ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇൻസെൻറ്റീവ് അടക്കമുള്ള ഇവരുടെ ആവശ്യം ഓണറേറിയം ആണെങ്കിൽ പോലും കേന്ദ്രത്തോട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യം സംസാരിക്കുമെന്നുള്ളതുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇവർ പറയുന്നത്, അതായത് ആശാവർക്കർമാർ പറഞ്ഞത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെ ഇൻസെൻറ്റീവ് വിഷയമെങ്കിലും സംസാരിക്കുമെന്ന്. പക്ഷേ നിലവിൽ ആരോഗ്യമന്ത്രി പോയിരിക്കുന്നത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു പരിപാടിക്കായിട്ടാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നതാണ് ഇവിടെ നിന്നും ഉയരുന്ന
ആക്ഷേപം. അതായത് ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ ഈ ക്യൂബൻ സംഘത്തെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് ഈ ഡൽഹിയിലേക്ക് പോയതെന്നും JP നദ്ദയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം പോലും ഒരു അപ്പോയിൻമെൻറ്റ് പോലും തേടാതെയാണ് ഈ ഡൽഹിയിലേക്ക് എത്തിയത് എന്നുമാണ്. അങ്ങനെയെങ്കിൽ എന്ത് വിഷയമാണ് ആശാവർക്കർക്കുമാർക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇതുവരെയും ഒരു സമയം തേടാൻ പോലും കഴിഞ്ഞിട്ടില്ല ആരോഗ്യമന്ത്രിക്ക് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ കാര്യങ്ങൾ കേന്ദ്രത്തോട് അവതരിപ്പിക്കുമെന്ന് പറയുകയാണ് ഉണ്ടായത്. നിവേദനം നൽകി വരാനായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് നൽകാമായിരുന്നല്ലോ എന്ന ചോദ്യമാണ് ആശാവർക്കർമാർ പ്രധാനമായും ഉയർത്തുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇനി വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം 2 തവണ NHMമായും ഒപ്പം തന്നെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും ചർച്ച നടന്നെങ്കിലും ഒരു തീരുമാനത്തിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ്. പ്രധാനമായും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇവരോട് സമരത്തിൽ നിന്നും പിന്മാറണമെന്നുള്ളൊരു ആവശ്യം പറയുന്നത്. ഏതായാലും ഇതാ നിരാഹാര സമരം ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമയം തേടിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആശാവർക്കർമാരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ജോയ്സ് ജോർജും സുനിഷ അയ്യലൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്.